നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് ചെയ്യാനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അകത്ത് കിടക്കുന്ന CPM പ്രവർത്തകർക്ക് ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. 14 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം കോടതി വാദം കേട്ടിരുന്നു. കഴിഞ്ഞ ദിവസം കൊണ്ട് വാദം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വാദം ഇന്നും തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരുപക്ഷെ ഈ ജാമ്യാപേക്ഷയിന്മേൽ ഇന്ന് വിധിയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് 14 പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇതിൽ 4 പേരുടെ ജാമ്യാപേക്ഷ കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് വരുന്ന 8-ാം തീയതി പരിഗണിക്കാം എന്ന് പറഞ്ഞ് കോടതി മാറ്റിവെച്ചിരിക്കുന്നു. മറ്റ് 10 പ്രതികളുടെ കേസുകളാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രോസിക്യൂഷന്റെ വാദം കോടതി കേട്ടിരുന്നു. പ്രോസിക്യൂഷന്റെ ആ വാദത്തിൽ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ വീഴ്ച പ്രകാരമാണ് 9-ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇ.ഡിയുടെ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്, ഇ.ഡിയുടെ അഭിഭാഷകർ അവിടെയുണ്ട്. ഇ.ഡി ഈ കേസിൽ കഴിഞ്ഞ ദിവസം കക്ഷി ചേർന്നിരുന്നു. ഇ.ഡി അഭിഭാഷകരുടെ വാദം നടക്കും. അതിനുശേഷമായിരിക്കും പ്രതിഭാഗത്തിന്റെ വാദം നടക്കുക. അതിനുശേഷമായിരിക്കും കോടതി വിധി പറയുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിധി വരാത്തത്. ഇന്ന് വാദം വീണ്ടും തുടരുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത CPM പ്രവർത്തകരെ അലട്ടുന്ന അല്ലെങ്കിൽ CPM പ്രവർത്തകരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യമെന്നത് ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ കോടതി കാണുകയാണ് എന്നുള്ളതാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു കോടതി കേസിന്റെ മെരിറ്റിലേക്ക് കടക്കുന്നു എന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. അതായത് ജാമ്യാപേക്ഷയിന്മേൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഇവരവിടെ എന്താണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ ഒരു വിവരം കോടതിക്ക് വേണമെന്ന് കോടതി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ, ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണണമെന്ന് തീരുമാനിക്കുന്നു. ഇതൊരു പക്ഷേ അപൂർവമായ ഒരു നീക്കമാണ്. കാരണം ജാമ്യാപേക്ഷ നടക്കുന്ന സമയത്ത് കേസിന്റെ മെരിറ്റിലേക്ക് അധികം അങ്ങ് കോടതികൾ കടന്നു പോകാറില്ല. പക്ഷേ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ആക്രമണ ദൃശ്യങ്ങൾ കൂടി കോടതി കാണാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങൾ പ്രതികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ആക്രമണ ദൃശ്യങ്ങൾ കണ്ടാൽ ഏതൊരു കോടതിയും ഇനിയും പ്രതികൾക്ക് റിമാൻഡ് നൽകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്രമാത്രം ഗൗരവമേറിയ, അത്രമാത്രം തീവ്രമായ ആക്രമണമാണ് CPM പ്രവർത്തകരായിട്ടുള്ള പ്രതികൾ ഇ.ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ നടത്തിയിട്ടുള്ളത്. ആ കാഴ്ചകൾ കോടതി എങ്ങാനും കണ്ടാൽ ഇനി ജയിലാണ് അല്ലെങ്കിൽ ജയിൽ മാത്രമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ ജയിലിൽ കിടക്കുന്ന സഖാക്കന്മാർ ഇത്രയധികം ഇന്നത്തെ കോടതി വാദത്തെ ഭയപ്പെടാൻ കാരണം. മാത്രമല്ല, ഈ കേസിലെ 9-ാം പ്രതി ജാമ്യം ലഭിച്ച് പുറത്തു പോകാനുള്ള ഒരു സാഹചര്യമുണ്ടായി. അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പ്രതിഭാഗവുമായി ഒത്തുകളിച്ചുകൊണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വെക്കേണ്ട കാര്യമില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് അങ്ങനെയൊരു ജാമ്യം നൽകാൻ ഇടയായ സാഹചര്യം ഉണ്ടായത്. ആ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാനായി ഇ.ഡിയും അതുപോലെ തന്നെ പോലീസും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ജാമ്യം റദ്ദാക്കിയ അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ച ഈ നടപടി, ആ നടപടിക്ക് അനുകൂലമായ നടപടി സ്വീകരിച്ച ഗീനാകുമാരിയെ ഇപ്പോഴത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടറായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യവും കോടതി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ. നേരത്തെ സംഭവിച്ച ഒരു വീഴ്ച കാരണമാണ്, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ച കാരണമാണ് 9-ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചത് എന്ന് പ്രോസിക്യൂഷൻ ഇന്നലെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ്, നടന്ന വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ദൃശ്യങ്ങൾ കാണണം എന്ന് കോടതി ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോടതി ആ ദൃശ്യങ്ങൾ കാണുക. CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള മാസപ്പടി കേസിലാണ് ഇ.ഡി ഇങ്ങനെ ഒരു റെയ്ഡ് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയത്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും വസതി അടക്കം 12ഓളം കേന്ദ്രങ്ങളിൽ ഇ.ഡി അന്ന് റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിൽ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടന്ന റെയ്ഡിലാണ് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. മകൾ വീണ വിജയനും റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നു. റെയ്ഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വീണ വിജയനെ ഇ.ഡി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിരാവിലെ തന്നെ ഇ.ഡി ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട്ടിലെത്തി. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ പിണറായി വിജയന്റെ വീട്ടിന് മുന്നിൽ സഖാക്കന്മാരും നേതാക്കന്മാരുമെല്ലാം തമ്പടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മുതൽ ജില്ലാ സെക്രട്ടറി വി ജോയി, മുൻ മന്ത്രി വി ശിവൻകുട്ടി, രാജ്യസഭാംഗങ്ങളായ എ റഹീം, ജോൺ ബ്രിട്ടാസ് ഇങ്ങനെയുള്ള മുതിർന്ന CPM നേതാക്കന്മാരെല്ലാം ആ സമയത്ത് പിണറായി വിജയന്റെ വീടിന് പുറത്തെത്തിയിരുന്നു. ഇവർ പിന്നീട് അണികളെയും സ്ഥലത്തെ പ്രധാനപ്പെട്ട ഗുണ്ടകളെയുമെല്ലാം ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നു
നടന്നിട്ടുണ്ട് ഈ കേസിൽ എന്നാണ് ED വാദിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ധാരാളം പാർട്ടി പ്രവർത്തകർ, തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകന്മാരും പ്രാദേശിക നേതാക്കന്മാരും SFI, DYFI മുതലായ സംഘടനകളുടെ നേതാക്കന്മാരും പിണറായി വിജയനെതിരായി നടക്കുന്ന ആ റെയ്ഡിനെ പ്രതിരോധിക്കാനായി പിണറായി വിജയന്റെ വീട്ടിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. പരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് പോകാനിറങ്ങിയ ED ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സേനാംഗങ്ങളെയുമാണ് ഈ CPM പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ആക്രമിച്ചത്. CPM പ്രവർത്തകർ ഈ ED ഉദ്യോഗസ്ഥർ വന്ന 3 കാറുകളും അടിച്ചു തകർത്തിരുന്നു. കല്ലും അതുപോലെ തന്നെ കമ്പിവടിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കാറിനെ ആക്രമിച്ചത്. ഈ ആക്രമണത്തിലാണ് ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ED ഉദ്യോഗസ്ഥർക്കും കേന്ദ്രസേന ഉദ്യോഗസ്ഥർക്കും അടക്കം പരിക്കേറ്റത്. ഇതാണ് ED ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള കേസ്. അതീവ ഗൗരവമായിട്ടാണ് ഈ കോടതി ഈ കേസിനെ കാണുന്നത്. കാരണം നേരത്തെ 26 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൽ 5 പ്രതികൾ കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ആ ജാമ്യാപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ആ ജാമ്യാപേക്ഷയിന്മേൽ വാദം കേട്ട കോടതിയാണ് അതിരൂക്ഷമായ വിമർശനം ഈ കേസിനെതിരെ നടത്തിയിരിക്കുന്നത്. അതായത് ED എന്നത് ഒരു കേന്ദ്ര ഏജൻസിയാണ്. അവർ പിണറായി വിജയന്റെ വീട്ടിലെത്തിയത് ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിനാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് CMRL എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി എന്ന് സംശയിക്കപ്പെടുന്ന ഒരു കേസാണിത്. ഈ കേസിൽ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിനാണ് ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട്ടിലെത്തിയത്. മുൻ മുഖ്യമന്ത്രി എന്ന അഹങ്കാരം വെച്ച് നേരത്തെ 10 വർഷം ഭരണത്തിലിരുന്നു എന്ന അഹങ്കാരത്തോടുകൂടി പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു. അതിന് പിന്നിൽ ശക്തമായ CPM നേതാക്കളുടെ ഗൂഢാലോചനയുണ്ട് എന്നും ED വിശ്വസിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ED ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നത്. അതായത് അന്ന് കോടതി പറഞ്ഞത് 2024 ഈ കേസിൻ്റെ അന്വേഷണം ആരംഭിച്ചത്. നിയമക്കുരുക്കുകളിൽപ്പെട്ടു അന്വേഷണം 2 വർഷത്തോളം നീണ്ടു. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ കേസിൻ്റെ പുനരന്വേഷണം നടപടികളുമായി ഈ സർക്കാർ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഇടയിൽ ആക്രമിച്ചത് അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണമാണ്. അല്ലെങ്കിൽ ഇത്തരം പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതിന് തുല്യവും അക്രമത്തിന് ആഹ്വാനം നൽകുന്നതിന് തുല്യവുമായിരിക്കുമെന്ന് കോടതി അതിരൂക്ഷമായ ഭാഷയിൽ അന്ന് വിമർശിച്ചിരുന്നു. അതിനുശേഷമാണ് പോലീസിനടക്കം ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കേസിൻ്റെ കാര്യഗൗരവം പുറത്താകുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പശ്ചിമ ബംഗാളിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് അവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ടാ നേതാവ്, കുപ്രസിദ്ധനായ ഗുണ്ടാ നേതാവ്, ആ ഗുണ്ടാ നേതാവിനെ കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അയാളുടെ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ഇയാളുടെ ശിങ്കിടികൾ പെരുമാറിയിരുന്നു. എന്നാൽ പിന്നീട് ഈ പറയുന്ന ശിങ്കിടികളെയും അതോടൊപ്പം തന്നെ നേതാവിനെയും ഒന്നും പുറം ലോകം കണ്ടിട്ടില്ല. അത്രമാത്രം ഗൗരവകരമായ ഒരു കേസ് അവിടെ ഉണ്ടാകുന്നു. ഈ നിരവധി വകുപ്പുകൾ ചുമത്തി ഇവരെ ജയിലിലിടുകയാണ് പിന്നീട് ചെയ്തത്. തീഹാർ ജയിലിലടക്കം ജാമ്യം കിട്ടാതെ ഈ പ്രതികൾ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക് പ്രതികളെ മാറ്റാൻ ED ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നീട് പോലീസിന് ഇതിൻ്റെ ഗൗരവം അപ്പോഴാണ് പിടികിട്ടുന്നത്. ED ഈ കേസ് അന്വേഷണത്തിൽ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. 26 പേർ അറസ്റ്റിലായവർ അവരെല്ലാം തന്നെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ്. ഗൂഢാലോചന നടത്തിയ നേതാക്കന്മാരെയും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ED ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഈ കേസിൽ രമേശ് ചെന്നിത്തല ഒരു SITയെ നിയോഗിക്കുന്നത്. SIT അന്വേഷണം നടത്തി വരികയാണ്. ഇത്തരമൊരു ഗൂഢാലോചനയിലേക്കാണ് SITയുടെ അന്വേഷണം ആദ്യം പോയത്. അതായത് ഇത്തരത്തിൽ പ്രതികളെ, അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ ചോദ്യം ചെയ്യുക, അവരുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുക തുടങ്ങിയ കൃത്യങ്ങളിലൂടെ ഇവർക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിരെ തെളിവുകൾ കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം, SITയുടെ ലക്ഷ്യം. എന്നാൽ അത്തരം തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോഴും SIT പറയുന്നത്. പക്ഷേ EDയുടെ വാദമെന്ന് പറയുന്നത് അതങ്ങനെയല്ല. ധാരാളം പ്രവർത്തകരെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ മുഖാന്തരം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അത്തരം വാട്സാപ്പ് ഗ്രൂപ്പ് മെസ്സേജുകളെല്ലാം ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രവർത്തകരും നേതാക്കന്മാരും മണിക്കൂറുകളോളം പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരൊറ്റ എണ്ണവും വന്ന കാലിൽ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അവിടെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിരുന്നുവെന്നും അവിടുത്തെ നേതാക്കന്മാർ വലിയ രീതിയിൽ പ്രസംഗം നടത്തിയിരുന്നുവെന്നും ഈ പ്രസംഗമാണ് അക്രമം നടത്താൻ ഒരു വലിയ ആഹ്വാനമായി മാറിയത് എന്നും മറ്റു ചില ഗൂഢാലോചനകളും നടന്നിട്ടുണ്ട് എന്നുമാണ് ED ഇപ്പോൾ കോടതിയിൽ വാദിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നതും
ഇപ്പോൾ ശക്തമായി തന്നെ പ്രതികൾക്കെതിരെ വാദിക്കുന്നതുമല്ല. ഇഡിയുടെ അഭിഭാഷകർ കൂടി രംഗത്തുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് പ്രതികളെ കൊടുക്കുന്ന മറ്റൊരു കാര്യം. എന്തായാലും അധികം അങ്ങനെ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കേസുമാണ്. കാരണം സമാനമായ കേസുകളിൽ പ്രതികൾക്ക് മാസങ്ങളോളം ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വന്നു. മാത്രമല്ല, കേന്ദ്ര ഏജൻസി അന്വേഷണത്തിനെത്തിയാൽ സംസ്ഥാനത്ത് നടന്ന ഇങ്ങനെയൊരു ആക്രമണത്തിൽ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ഇഡി അറിയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് വരും. അങ്ങനെ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് വന്നാൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുക സംസ്ഥാനത്തിന് പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രതികളെ സംസ്ഥാനത്തിന് പുറത്തെ ജയിലിലേക്ക് മാറ്റും. തീഹാർ ജയിലിൽ വരെ കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പക്ഷേ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് ഇടയിൽ പ്രതികളുടെ ഈ ദൃശ്യങ്ങൾ, ആക്രമണ ദൃശ്യങ്ങൾ കോടതി കാണുന്നു എന്നുള്ളതാണ് പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവരെ ആശങ്കയിലാക്കുന്ന മറ്റൊരു കാര്യം. കാരണം ഈ ആക്രമണ ദൃശ്യങ്ങൾ കോടതികൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും പ്രതികൾക്കെതിരായ ഒരു നിലപാടായിരിക്കും കോടതിയിൽ നിന്ന് വരിക എന്നവർ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ കോടതികൾ ഈ വാദം കേൾക്കുകയാണ്, വിശദമായ വാദം കേൾക്കുകയാണ്. 10 പ്രതികളുടെ ജാമ്യാപേക്ഷയിന്മേൽ കോടതി ഇന്ന് വിധി പറയും. ആകാംക്ഷയോടുകൂടി തന്നെ ജയിലിൽ കഴിയുന്ന 26 സഖാക്കന്മാർ നോക്കിയിരിക്കുകയാണ്. അവരെന്ന് പുറം ലോകം കാണുമെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് തന്നെ വ്യക്തതയില്ല. സാധാരണ രീതിയിൽ കേരളത്തിൽ നടക്കുന്ന സമരം പോലെയല്ല. തീർച്ചയായും ഇതൊരു വലിയ ഇമ്പാക്റ്റ് ഇതിനുണ്ടാകുമെന്ന് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് വിധി പറയും എന്നത് ഉറ്റുനോക്കുകയാണ് ആകാംക്ഷയോടെ. അതോടൊപ്പം തന്നെ 4 പ്രതികളുടെ ജാമ്യാപേക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. പക്ഷേ അത് വീണ്ടും പരിഗണിക്കുമ്പോൾ അക്കാര്യങ്ങൾ പുറത്താകും എന്നാണ് സൂചന. പക്ഷേ 4 പ്രതികൾ ഒഴിച്ച് 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത്. ആർക്കും ജാമ്യം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ കോടതി നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിന് അർഹതയുണ്ടെങ്കിൽ മാത്രം ജാമ്യം എന്ന നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നു. അതിനായിരിക്കണം ഒരുപക്ഷെ ആക്രമണ ദൃശ്യങ്ങൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്.